ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ വീട്ടിലെ അസുഖങ്ങളൊക്കെ മാറി തുടങ്ങി. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. റിക്കവറായി വരുന്നു എല്ലാം കൊണ്ടും. പിന്നെ അതേ നമ്മൾ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്കൊന്നുമില്ല, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ചെയ്തേക്കാം. വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് മാത്രമായിട്ട് ഇട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഡേ മൈ ലൈഫാണ്. രാവിലെ നീറ്റു, ഫസ്റ്റ് തന്നെ ബ്രഷൊക്കെ ചെയ്ത് മുടിക്കൊന്ന് കെട്ടി വെച്ച് നേരെ വന്നപ്പോൾ അമ്മ ഒരു ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ പറയുക, കർക്കിടകം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ദിവസം നമ്മൾ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിങ്ങം സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോൾ മാറാലൊക്കെ തട്ടി ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണത് തന്നെയാണ്. പിന്നെ മാറാലൊക്കെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ വിട്ടുപോകും. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ഇതാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ മാറാലൊന്നും ഇല്ല. ഇവിടെയും അത്ര അധികം മാറാലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഡെയിലി തുടയ്ക്കുന്ന കാരണം വലിയ പ്രശ്നമില്ല, 2 നേരം തുടയ്ക്കും. അപ്പം അതുകൊണ്ട് അത്ര പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ കുറച്ചൊക്കെ അച്ഛനും ഹെൽപ്പ് ചെയ്തു പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു വരാൻ. എന്നിട്ട് പിന്നെ ഞാൻ വേഗം അടിച്ചു വാരി തുടച്ചു. അപ്പം തന്നെ ഉണ്ണി നീറ്റുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറ. അയ്യോ. അപ്പോൾ ഉണ്ണിനായിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഉപ്പേരിയാണ് വെക്കുന്നത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് ചോറും കറിയും അങ്ങനെയൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ അമ്മ അവിടെ ചോറും കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചോറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ ഉണ്ണീനെ അവിടെ ആട്ടുന്നുണ്ടായിരുന്നു, ഇത് തൊട്ടിൽ ആട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഊറ്റിയിട്ടു. പിന്നെ നമ്മൾ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ, മണി പ്ലാന്റ്. എൻ്റെ അടുത്ത് കുറേ പേര് വീഡിയോ കണ്ടിട്ട് മണി പ്ലാന്റ് എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിച്ചിട്ട് അതായത് വീഡിയോ കണ്ടിട്ട് എന്നെ അറിയുന്ന ആൾക്കാർ ഉണ്ടോ തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഊട്ടിയിൽ നിന്ന് കൊടുന്ന ചെടിയാണിത്. അതിന് എക്സ്ട്രാ ഒരെണ്ണമൊക്കെ മുട്ടടല്ല ഒന്ന് വലുതായി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ കുഴിച്ചിടും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നട്ട മേടിച്ചത്, ഡാൻസ് ക്ലാസ്സിലുള്ള ഒരു ചേച്ചിയുടെ നിന്നാണ് ഞാൻ മണി പ്ലാന്റ് മേടിച്ചത്. അപ്പോൾ അത് വലുതാകുമ്പോൾ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വെക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോർത്തിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്, നോർത്ത് ഡയറക്ഷനിലേക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണീനെ ഞാൻ പിന്നെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവളെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ അവൾക്ക് ഭയങ്കര വാശി, എന്താ പറയുക, നെയിൽ പോളിഷ് ഇരിക്കുന്ന കണ്ടപ്പോൾ അത് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തു. വലത് കൈമ ഇടാതിരിക്കാൻ മാക്സിമം നോക്കി. അവൾക്കൊരു നഖം കടിക്കുന്ന ഒരു ചീത്ത പരിപാടി ഉണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾ സമ്മതിക്കാണ്ടായപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളല്ലേ വാരി കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നഖം കടിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുക, പറയുക, അത്രക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അതൊരു ശീലമായി, കുറേ പ്രാവശ്യമായി പറയുന്നു. അപ്പം വല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാലുമലൊക്കെ ഇട്ടു. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ലിപ് ബാമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് തോണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് നമ്മളെ സാരി വിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എപ്പോഴും വാഷ് ചെയ്യാൻ പാടില്ല, 2 ക്ലാസ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു, വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്, അപ്പോൾ കാരണം അത് മടക്കി വെച്ചു. തലേ ദിവസം വിരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല ഡ്രസ്സും കൂടി ഒന്ന് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് മടക്കി വെച്ചു. പിന്നെ ഇതേ ബബ്ലു ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, വെറുതെ ഒരു വട്ടം ട്രൈ ചെയ്തത്. പിന്നെ അവൾക്ക് എപ്പോഴും ഈ സാധനം ഒന്ന് തൊട്ടില്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ എടുത്തിട്ടൊക്കെ എനിക്ക് ചെയ്യണത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മായ്ച്ചു കൊടുക്കും ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും വായിക്കാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും. അപ്പോൾ അവളെ വക തന്നെ ഓരോന്ന് കാട്ടുണ്ട്.
ചുണ്ടുമ്മ ട്രൈ ചെയ്ത് മുഖത്തും മേത്തൊക്കെ ആക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടിമിറ്റിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഡ്രസ്സ്, എന്താ പറയുക, ഡ്രസ്സിങ്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ബബ്ലു വിശന്നിട്ട് വാശി പിടിക്കാന്ന്, അവൾക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ അവൾക്ക് ചോറ് എടുത്തപ്പോൾ ആ സമയത്ത് അച്ഛൻ പരിപ്പുവടൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, പഴംപൊരി. പിന്നെ അവൾ അതിൻ്റെ പിന്നാലെ പോയി. അപ്പൊ പിന്നെ അവൾക്കെടുത്ത ചോറ് ഞാൻ കഴിച്ചു. ചോറിൽ കുറച്ച് ചമ്മന്തിയും ചീരക്കറിയും അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരും അത് വെച്ചിട്ട് ഞാൻ കഴിച്ചു. കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറക്കി കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പിന്നെ അവളങ്ങനെ ആട്ടി അവളങ്ങനെ ഉറക്കി. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തൊരു ഫേസ് മാസ്ക് ഇടാന്ന് വിചാരിച്ചു, ഫേസ് പാക്ക്. എൻ്റെ മുഖത്ത് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ മുഖത്തെ മാർക്സും കാര്യങ്ങളൊക്കെ നന്നായി മാറുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങളെൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുണ്ടാവും, മറ്റേ ടർമറിക് പൗഡറൊക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓട്സും പാലും അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. ഓട്സ്, പാല്, നമ്മുടെ പശുമ്പാല്, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ്, കസ്തൂരി മഞ്ഞൾ, തൈര്, ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ പാലിന് പകരം ഇതിൽ ഓട്സ്, തൈര്, ഈ ടർമറിക് പൗഡർ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. രണ്ടായാലും കുഴപ്പമില്ല. ഇതൊരു ഗ്ലേസിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്, എന്താ പറയുക, പാല് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കളർ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഫേസിൽ ഉണ്ടാകുന്ന ടാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ വെയിലടിച്ചിട്ടുണ്ടാകുന്ന ടാന്, അതുപോലെ തന്നെ നമ്മൾ കുരുക്കൾ വന്നിട്ടുള്ള പാട്, ഇതൊക്കെ മാഞ്ഞു പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എന്നും ഓഫീസിലൊക്കെ പോയിട്ട് പൊടിയും വെയിലും ഈ സൈറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെയിൽ തട്ടിയിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യേണ്ടായിരുന്നു സ്കിന്ന്. അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ മാക്സിമം വൈകുന്നേരത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാനിങ്ങനെ ഓരോ ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. എപ്പോഴും ഒരേ തന്നെ ഇങ്ങനെ ഇതാക്കില്ല, മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കും. അതാകുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും ചെയ്യും. പിന്നെ എപ്പോഴും നാച്ചുറലായിട്ട് തന്നെയാണ് മാക്സിമം നോക്കാം. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇടയ്ക്കൊക്കെ ഇടയ്ക്കല്ല മേടിക്കാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് പിടിക്കണം. മുഖത്ത് കണ്ണുമ്മലൊന്നാവാതെ നോക്കുക. നന്നായിട്ട് കഴുത്തിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം. എൻ്റെ കഴുത്തിലും ഇങ്ങനെ കുരുക്കൾ വരും കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കഴുത്തിന് ചുറ്റുണ്ടാകുന്ന ബ്ലാക്ക് കളർ ഉണ്ടാവുമല്ലോ, അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ നെക്ക് അവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടിങ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, ആ കളറൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ സെൽഫ് കെയർ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മളെ തന്നെ കെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാവുക. ചിലർക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് പിടിച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇന്ന് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. 3 ആഴ്ചത്തോളം ഡാൻസിന് പോകാണ്ട് ഡാൻസ് കളിച്ചിട്ട് ആകെ മേലുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിച്ചേട്ടാ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഫേസിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ തൈരോ അല്ലെങ്കിൽ പാലോ വെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. കളറിനൊക്കെ നമ്മളെല്ലാവരും പറയുന്ന പോലെ വെളുത്ത് പാറാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു കളർ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വെയിലും
പൊടിയും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവില്ല, അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ ഡ്രസ്സ് കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് സൈഡിലുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. ആ റെൻറ്റിന് താമസിക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ വീടാണ് കേട്ടോ. അപ്പം നമ്മൾ മുകളിലേക്ക് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് പുറത്തു കൂടി ഈ കോണി പുറത്തു കൂടി ഉണ്ട്, അകത്തു കൂടി ഉണ്ട്. അപ്പം ഞാൻ പുറത്തു കൂടെ പോയിരുന്നു. അപ്പോഴാണ് ഉണ്ണി ഇവിടെ അവളുടെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇട്ടത് ഞാൻ കണ്ട കേട്ടോ. പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകൾ തലേ ദിവസം കഴുകിയിട്ട് ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്ത് പിന്നെ നമ്മൾ തോരട്ടു. അത് കഴിഞ്ഞ് താഴ്ത്തു വന്നപ്പോൾ അച്ഛൻ ഉണ്ണിക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് നീറ്റ് വന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടിച്ചു വാരി തുടയ്ക്കും. വൈകുന്നേരത്തും അടിച്ചു വാരി തുടയ്ക്കും. അപ്പോൾ അടിച്ചു വാരി തുടച്ചതിന് ശേഷം പിന്നെ മുറ്റം അടിച്ചു വരാൻ പോയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്തുള്ള കുഞ്ഞു ചെറിയ കുറച്ച് ചെടികൾ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഞാൻ അധികം മേടിക്കാത്ത എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ വീട് മാറിക്കൊണ്ടിരിക്കണം, കാരണം നമ്മളിങ്ങനെ എപ്പോഴും പ്ലാന്റ്സ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യൽ എളുപ്പമല്ല. പിന്നെ ഞാൻ അങ്ങനെ നേരെ പോയി അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നൊന്നുമല്ലോ കേട്ടോ എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞാനിതേ അവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ചു വാരി ഇടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട്. അപ്പോൾ ഓഫീസുള്ള ദിവസങ്ങളിൽ എനിക്ക് പറ്റാറില്ല. അപ്പം അമ്മയാണ് മുറ്റടിക്കാറ്. ഇപ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ടുള്ള കാരണം തന്നെ എല്ലാ ദിവസവും മഴ ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് മുറ്റടിക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്കൊരു എന്തോ ഒരു പ്രത്യേക ഒരു ഇത് തരും. ഇങ്ങനെ ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടാ. അങ്ങനെ പിന്നെ മിറ്റൊക്കെ അടിച്ചതിന് ശേഷമുള്ള ഒരു ലുക്കാണിത്. ഫ്രണ്ട് ഭാഗമൊക്കെ നീറ്റാക്കിയിട്ടു. പിന്നെ നമ്മുടെ ചുറ്റോറും ഈ പറഞ്ഞ പോലെ കാടും ഇതൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുക പ്ലാവ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇലകൾ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ കാട് പിടിച്ച് കിടക്കുന്നത് നമുക്ക് പാമ്പിനെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ്. അപ്പോൾ അവരാണെങ്കിൽ ക്ലീൻ ചെയ്ത് തന്നില്ല, ചിലപ്പോൾ ചെയ്ത് തരും വിചാരിക്കുന്നു. ഇതൊരു ചീരയുണ്ട്, ഷുഗർ ചീര എന്ന് പറയും. ഇത് ഈ സൈഡിൽ നിൽക്കണമെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയില്ല, ബാക്കിൽ ഉണ്ടായി കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓണർ. അപ്പം ഞങ്ങളത് കറി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഷുഗർ ചീര. അങ്ങനെ പിന്നെ ബാക്ക് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി അടിച്ച് വാരിയിട്ടു. പിന്നെ എന്താ പറയുക, നമുക്ക് അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അച്ഛൻ വിളക്ക് വെച്ചിട്ട് അവിടെ തൊഴുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ പോയി ഉണ്ണീനെ കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉണ്ണി റെഡി ആയിട്ട് ഉണ്ണിയും അച്ഛനും കൂടിയിട്ട് പുറത്തേക്ക് പോവാണ്. അച്ഛൻ്റെ കൂടെ അവൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവൾ പോയി. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, പിന്നെ ഒരുപാട് പേര് ഇപ്പം നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ 1K അടിച്ചു എല്ലാവരോടും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു.